അസ്സലാമു അലൈക്കും. ഫങ്ഷണൽ അറബിക്ക് എന്ന ബുക്കിലെ 4ാമത്തെ വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇടാൻ പോകുന്നത്. കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ന്റെ എക്സസൈസ് അടക്കം 2 വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ 3ാമത്തെ വീഡിയോ യൂണിറ്റ് 2-ന്റെ ഖിറാഅത്തും ബാക്കിയുള്ള കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇതില് യൂണിറ്റ് 2-ലെ എക്സസൈസസ് ആണ്. നമുക്ക് തുടങ്ങാം. അസ്ഇല അല നസ്വി, ഇത് പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. സുആല്: മാദാ യസ്തരി അൽ ആബാഉ ഫി റമളാൻ? ആബാ, പിതാക്കള്, വാപ്പമാര് എന്താണ് റമളാനിൽ വാങ്ങിക്കുന്നത്? അതിന്റെ ഉത്തരം യസ്തരിൽ ആബാഉ, വാപ്പമാര് വാങ്ങിക്കുന്നു. കമറുദ്ദീൻ എന്ന് പറഞ്ഞാൽ ആപ്രിക്കോട്ട് ഫ്രൂട്ട് ലെതർ ആണെന്ന് ഞാൻ പറഞ്ഞു. മുക്കസ്സിറാത്ത്, നട്ട്സും വാങ്ങിക്കുന്നു. പിന്നുള്ളതിന് ഉത്തരം കൊടുത്തിട്ടില്ല. ഉത്തരം നമ്മൾ കൊടുക്കണം. മാതാ തുജഹിസുൽ ഉമ്മഹാത്തു ഫി റമളാൻ? ഉമ്മമാര് റമളാനിൽ എന്താണ് തയ്യാറാക്കുന്നത്? മാതാ തുജഹിസുൽ ഉമ്മഹാത്തു ഫി റമളാൻ. അതിന്റെ ഉത്തരം നമ്മൾ എഴുതണം. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അൽ ഉമ്മഹാത്തു യുജഹിസ്ന അൽ അത്ഇമ വൽ ഹൽവ ലദീദ. നല്ല ഭക്ഷണം തയ്യാറാക്കുന്നു, അതുപോലെ നല്ല രുചികരമായ സ്വീറ്റ്സും തയ്യാറാക്കുന്നു ഉമ്മമാര്. 2ാമത്തെ ക്വസ്റ്റ്യൻ: മാദാ യഫ്അലു സ്വായിമൂന ബഅദ തനാവുലിൽ ഇഫ്താരി? നോമ്പ് നോക്കുന്നവര് നോമ്പ് മുറിച്ചാൽ എന്താണ് ചെയ്യുക? മാദാ യഫ്അലു സ്വായിമൂന ബഅദ തനാവുലിൽ ഇഫ്താരി. അതിന്റെ ഉത്തരം ബഅദ തനാവുലിൽ ഇഫ്താരി, നോമ്പ് മുറിച്ചതിന് ശേഷം യുസല്ലൂനൽ മഗ്രിബ, അവര് മഗ്രിബ് നമസ്കരിക്കുന്നു. വയസ്തരിഹൂന ഖലീലൻ, കുറച്ച് വിശ്രമിക്കുന്നു. എന്നിട്ട് പിന്നെ വയദ്ഹബൂന ഇലൽ മസ്ജിദി ലിസലാത്തിൽ ഇശാഇ വത്തറാവീഹി എന്നും കൂടി കൂട്ടിച്ചേർക്കണം. മാദാ യഫ്അലുൽ മുസ്ലിമൂന സബാഹൽ ഈദി? പെരുന്നാൾ ദിനത്തിന്റെ രാവിലെ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യുക? അതിനുത്തരം സബാഹൽ ഈദി, പെരുന്നാൾ നമസ്കാരത്തിന്റെ രാവിലെ. അൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ യസ്തൈഖുദൂന മുബക്കിരീന, അവര് വേഗം നേരത്തെ ഉണരുന്നു. ലി അദാഇ സക്കാത്തിൽ ഫിത്രി, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി. വസലാത്തിൽ ഈദി, പെരുന്നാൾ നമസ്കാരത്തിനും വേണ്ടി. അതാണ് ആളുകള്, മുസ്ലിങ്ങള് സബാഹൽ ഈദിൽ ചെയ്യുക. പിന്നെ മാദാ യതബാദലുൽ മുസ്ലിമൂന ഫിൽ ഈദി? ഈദില്, പെരുന്നാൾ ദിനത്തില് മുസ്ലിങ്ങള് എന്താണ് കൈമാറുന്നത്? യതബാദലൂനൽ മുസ്ലിമൂന അസ്സിയാറത്തി വത്തഹാനി, സിയാറാത്ത്, പരസ്പരം സന്ദർശനവും ഗ്രീറ്റിംഗ്സും കൈമാറുന്നു. യതബാദലൂന ഫിൽ ഈദി അൽ മുസ്ലിമൂന അസ്സിയാറാത്തി വത്തഹാനി. പിന്നെ മത്ത, ഇനി മത്ത വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സുആൽ: മത്താ നസലൽ ഖുർആൻ? ഖുർആൻ എപ്പോഴാണ് ഇറങ്ങിയത്? ജവാബ്: നസലൽ ഖുർആൻ ഫി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഇറങ്ങിയത്. പിന്നെ മത്താ യജ്തമിഉ അഫ്റാദുൽ ഉസ്റത്തി ഫി റമളാൻ? എപ്പോഴാണ് കുടുംബത്തിലെ എല്ലാവരും റമളാനിൽ ഒരുമിച്ച് കൂടുന്നത്? ജവാബ്: യജ്തമിഉ അഫ്റാദുൽ ഉസ്റത്തി ഫി വഖ്തിൽ ഇഫ്താരി ഫി റമളാൻ, റമളാനിലെ നോമ്പ് മുറിക്കുന്ന സമയത്ത് കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. മത്താ യുസല്ലിൽ മുസ്ലിമൂന തറാവീഹ ഫി റമളാൻ? മുസ്ലിങ്ങള് റമളാനിലെ തറാവീഹ എപ്പോഴാണ് നമസ്കരിക്കുന്നത്? ഉത്തരം: യുസല്ലിൽ മുസ്ലിമൂന തറാവീഹ, തറാവീഹ, മുസ്ലിങ്ങൾ തറാവീഹ നമസ്കരിക്കുന്നു. ഫി റമളാൻ, റമളാനിലെ ബഅദ സ്വലാത്തിൽ ഇശാഇ, ഇശാ നമസ്കാരത്തിന് ശേഷം. പിന്നെ മത്താ യസ്തരിൽ ആബാഉൽ മലാബിസൽ ജദീദ? പിതാക്കള് എപ്പോഴാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത്? ജവാബ്: യസ്തരിൽ ആബാഉ, പിതാക്കൾ വാങ്ങിക്കുന്നു. അൽ മലാബിസൽ ജദീദ, പുതിയ വസ്ത്രങ്ങള്. ഫി അയ്യാമിൽ അഖീറത്തി മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ ദിനങ്ങളിൽ, പെരുന്നാളിനോട് അടുത്ത
ദിനങ്ങളിൽ, റമദാന്റെ അവസാനത്തെ ദിനങ്ങളിൽ. പിന്നെ മത്താ യുഅദ്ദിൽ മുസ്ലിമൂന സക്കാത്തുൽ ഫിത്രി, മുസ്ലിങ്ങൾ എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്? ജവാബ് യുഅദ്ദിൽ മുസ്ലിമൂന സക്കാത്തുൽ ഫിത്രി ഫി യൗമിൽ ഈദി ഖബ്ല സ്വലാത്തിൽ ഈദി, പെരുന്നാൾ ദിനത്തിലെ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുന്നേ മുസ്ലിങ്ങള് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു. ലിമാദ എന്ന് പറഞ്ഞാൽ വൈ, ലിമാദ വൈ, കൈഫ ഹൗ, ഇങ്ങനെ രണ്ട് ചോദ്യത്തിന്റെ എലമെന്റ്സ് ആണ് ഈ അടുത്ത വരുന്നതിലുള്ളത്. ചോദ്യം: ലിമാദ യന്തളിറുൽ മുസ്ലിമൂന ഷഹർ റമദാൻ, ഷഹർ റമദാനിനെ മുസ്ലിങ്ങള് എന്തുകൊണ്ടാണ് അവര് കാത്തിരിക്കുന്നത്? ജവാബ്: യന്തളിറുൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ കാത്തിരിക്കുന്നു ഷഹർ റമദാൻ, ഷഹർ റമദാനെ, ലിയന്നഹു, കാരണം, ബിക്കോസ്, ലിയന്നഹു എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഷഹറു സ്വമി, അത് നോമ്പിന്റെ മാസമാണ്, വൽ ഇബാദത്തി, ആരാധനയുടെയും, തറാഹുമി, റഹ്മത്തിന്റെയും മാസമാണ്, അതുകൊണ്ടാണ് കാത്തിരിക്കുന്നത്. പിന്നെ കൈഫ യസ്തഇദ്ദുൽ മുസ്ലിമൂന അൽലിഖാഅ റമദാൻ ലിലിഖാഇ റമദാൻ, കൈഫ യസ്തഇദ്ദുൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഒരുക്കുന്നത്, റെഡിയാകുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, ലിലിഖാഇ റമദാൻ, റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി, വെൽക്കം ചെയ്യാൻ വേണ്ടി? ഉത്തരം: യസ്തഇദ്ദുൽ മുസ്ലിമൂന, മുസ്ലിങ്ങള് ഒരുങ്ങുന്നു, ലിലിഖാഇ റമദാൻ, റമദാനിനെ വെൽക്കം ചെയ്യാൻ, ബിശിറാഇൽ അത്അമത്തി, ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചും, വബി തജ്ഹീസിൽ ഹൽവൽ ലദീദി, രുചികരമായ സ്വീറ്റ്സ് തയ്യാറാക്കിയും ഒക്കെ അവർ ഒരുങ്ങുന്നു. കൈഫ ഫളലല്ലാഹു ഷഹർ റമദാൻ, ഷഹർ റമദാനിനെ അള്ളാഹു ശ്രേഷ്ഠമാക്കിയത് എങ്ങനെയാണ്? അല ശുഹൂരിൽ ഉഖ്റ, മറ്റുള്ള മാസങ്ങളെക്കാൾ. ഉത്തരം: ഫളലല്ലാഹു ഷഹർ റമദാൻ, അള്ളാഹു ഷഹർ റമദാനിനെ ശ്രേഷ്ഠമാക്കി, അല ശുഹൂരിൽ ഉഖ്റ, മറ്റു മാസങ്ങളെക്കാൾ, ലിഅന്നഹു, കാരണം, ബിക്കോസ്, ഷഹറു സ്വൗമി, അത് ഷഹറു സ്വൗമാണ്, അൽ ഇബാദത്തി, ഇബാദത്തിന്റെ മാസമാണ്, വത്തറാഹുമി, റഹ്മത്തിന്റെ മാസമാണ്, തന്നെയുമല്ല ഫീഹി, ആ മാസത്തിലുണ്ട്, ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ആ മാസത്തിലാണ്, അല്ലദീ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ഗുണകരമായ, ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി അതിലുണ്ട്. വല്ലത്തി നസല ഫീഹിൽ ഖുർആൻ, ആ രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഫീഹി മൗഖിഅത്തു ബദർ, അതില് ബദർ യുദ്ധം നടന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ആ ഷഹർ റമദാനിനെ അള്ളാഹു മറ്റു മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാക്കിയത്. പിന്നെ കൈഫ യതബാദലുൽ മുസ്ലിമൂന അത്തഹാനി ഫിൽ ഈദി, എങ്ങനെയാണ് മുസ്ലിങ്ങള് പരസ്പരം ഗ്രീറ്റിംഗ്സ് കൈമാറുന്നത്? ഫിൽ ഈദി, പെരുന്നാളിന്റെ ദിനത്തില്. ജവാബ്: ഇൻദമാ യുഖാബിലു അഹദൻ, ഒരാള് കണ്ടുമുട്ടിയാൽ, അസ്ദിഖാഅഹു, അവന്റെ ചങ്ങാതിമാരെ, യഖൂലു, അവൻ പറയുന്നു, ഈദ് സഈദ്, ഈദ് സഈദ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ഹാപ്പി ഈദ് എന്ന് പറയും. അപ്പോ ഫയറുദ്ദുൽ ആഖിറു, മറ്റവൻ മടക്കും, മടക്കി പറയും, എന്ത്? കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, എല്ലാ കൊല്ലവും നിനക്ക് നീ ഖൈറിലായിരിക്കട്ടെ, നിനക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥന തിരിച്ചു പറയും. പിന്നെ ഇനി എക്സസൈസുകളാണ്. എക്സസൈസ് 1, അസ്ഇല അലൻ നസി, തംരീൻ 2, എക്സസൈസ്, രണ്ടാമത്തെ എക്സസൈസ് ആണ് അസ്ഇല അലൻ നസി, പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാനാ പറയണം. ഈ പറയുന്നതൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഇത് സബബ് എന്തിൽ റമദാൻ, അതിനൊരു ചോദ്യം ഉണ്ടാക്കണം. സബബ്, എന്തുകൊണ്ടാണ് ജനങ്ങള് റമദാനിനെ കാത്തിരിക്കുന്നതിന് കാരണം എന്താണെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ ചോദ്യം ലിമാദ യന്തളിറുന്നാസു റമദാൻ കുല്ലാമിൻ
ഇത് അവിടെ കൊടുത്തിട്ടില്ല, ഇത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്, ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. ലിമാദ എന്തോന്നാസു റമദാൻ കുല്ലാമിൻ, എല്ലാ കൊല്ലവും റമദാനിനെ ആളുകൾ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. പിന്നെ ഇസ്തല്ലാൻ ഇസ്തിഅദാദിൽ ആബാഇ ലിഖാഇ റമദാൻ, റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഉപ്പമാര് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. കൈഫ യസ്തഇദുൽ ആബാഉ ലിഖാഇ റമദാൻ, റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഉപ്പമാര് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതാണ് ചോദ്യം. പിന്നെ ഇസ്അൽ, ചോദിക്ക് അനിൽ വഖ്തില്ലദീ യജ്തമിഉ ഫീഹി അഫ്റാദുൽ ഉസ്റത്തി, കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്തെ കുറിച്ച് ചോദിക്കുക എന്നാണ്. അപ്പൊ അതിന്റെ ചോദ്യം മത്താ യജ്തമിഉ ഫീഹി അഫ്റാദുൽ ഉസ്റ, എല്ലായ്പ്പോഴും മത്ത എപ്പോൾ ഒരുമിച്ച് കൂടുന്നു അഫ്രാദുൽ ഉസ്റ, കുടുംബത്തിലെ അഫ്രാദ് അംഗങ്ങള് ഒരുമിച്ച് കൂടുന്നത് എപ്പോഴാണ്? പിന്നെ ഇസ്അൽനി, എന്നോട് ചോദിക്കാൻ ഇസ്മിൽ വജ്ബത്തി അല്ലത്തി അതനാവലുഹ, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് എന്നോട്, അതിന്റെ പേരിനെ കുറിച്ച് എന്നോട് ചോദിക്ക്. ഇസ്തിഅദാദൽ സിയാമി, നോമ്പ് നോക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് അതിന്റെ പേരിനെ കുറിച്ച് എന്നോട് ചോദിക്കുക. അപ്പോ മസ്മുൽ വജ്ബത്തി അല്ലത്തി തതനാവലുഹ ഇസ്തിഅദാദൽ സിയാമി, മസ്മുൽ വജ്ബത്തി, എന്താണ് പേര്? മാ എന്ന് പറഞ്ഞാൽ അവിടെ വാട്ട് എന്നുള്ള അർത്ഥമുണ്ട്. മസ്മുൽ വജ്ബത്തി, ഭക്ഷണത്തിന്റെ പേരെന്താണ്? അല്ലത്തി തത്തനാവുലുഹ, നീ കഴിക്കുന്ന ഇസ്തിഅദാദൽ സിയാമി, നോമ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് നോമ്പ് നോക്കാൻ വേണ്ടി നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരെന്താണ്? പിന്നെ ഇസ്അൽ അൻ സബബി ഖുറൂജിൽ ആബാഇ വൽ ഉമ്മഹാത്തി ഫി അയ്യാമിൽ അഖീറത്തി മിൻ റമദാൻ, ഇസ്അൽ, നീ ചോദിക്ക് അൻ സബബി ഖുറൂജിൽ ആബാഇ വൽ ഉമ്മഹാത്തി, ഉമ്മമാരും പിതാക്കളും പുറത്തു പോകുന്നതിന്റെ കാരണം. ഇവിടെ കുട്ടികളെയും കൂടി ചേർക്കാം നമുക്ക്. ഫിൽ അയ്യാമിൽ അഖീറത്തി മിൻ റമദാൻ, റമദാനിന്റെ അവസാന ദിനങ്ങളിൽ പുറത്തു പോകുന്നത് എന്തിനാണ്? അപ്പൊ അതിന്റെ ചോദ്യം ലിമാദാ ഖറജൽ ആബാഉ വൽ ഉമ്മഹാത്തു, പിതാക്കളും ഒപ്പമാരും പുറത്തു പോകുന്നത് എന്തിനാണ്? ലിമാദാ, വൈ? ഫിൽ അയ്യാമിൽ അഖീറത്തി മിൻ റമദാൻ, റമദാനിന്റെ അവസാന ദിനങ്ങളിൽ. പിന്നെ ഇസ്അൽ അൻ വഖ്തി അദാഇ സക്കാത്തിൽ ഫിത്രി, ഫിത്റിന്റെ സക്കാത്ത് കൊടുക്കുന്ന സമയത്തെ കുറിച്ച് ചോദിക്കുക. അതിന്റെ ചോദ്യം എങ്ങനെ? മത്താ തുഅദ്ദി സക്കാത്തൽ ഫിത്രി, ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് നീ കൊടുക്കുക? മത്താ തുഅദ്ദി സക്കാത്തൽ ഫിത്രി. അടുത്തത് ഇസ്അൽ അൻ ഇസ്മിൻ അഫ്ളൽ ലൈലത്തിൻ ഫി റമദാനിൻ വസ്സബബു ഫി ദാലിക, ഇസ്അലിന് ചോദിക്കാൻ ഇസ്മി അഫ്ളൽ ലൈലത്തിൻ ഫി റമദാൻ, റമദാനിലെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു രാത്രിയെ കുറിച്ച് നീ ചോദിക്കുക. വസ്സബബു ഫി ദാലിക, അതിനുള്ള കാരണം എന്നും കൂടി എന്താണെന്ന് നീ ചോദിക്കുക. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് ഇതില്. അപ്പൊ അതിന് ചോദ്യം മാ ഇസ്മു അഫ്ളൽ ലൈലത്തിൻ ഫി റമദാൻ, റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയുടെ പേരെന്താണ്? പിന്നെ മാതാ സബബു ഫളലി ദാലിക്കൽ ഇസ്മി, എന്തുകൊണ്ടാണ് ആ ഇസ്മ വെക്കാൻ കാരണം? മാതാ സബബു ഫളലി ദാലിക്കൽ ഇസ്മി, ആ ഇസ്മിന് ഇത്ര ശ്രേഷ്ഠമാക്കപ്പെട്ടതാവാൻ കാരണം എന്താണ്? പിന്നെ 3rd എക്സസൈസ് മാതാ തഫ്അലു ഫിൽ മവാഖിഫിൽ ആതിയ, ഇതൊരു വേറിട്ട ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന കാര്യങ്ങളിൽ ആ സിറ്റുവേഷനുകളിൽ നീ എന്താണ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. മാതാ തഫ്അലു, നീ എന്താണ് ചെയ്യുക? ഫിൽ മവാഖിഫിൽ ആതിയ, താഴെ പറയുന്ന സിറ്റുവേഷൻസിൽ, അവസരങ്ങളിൽ നീ എന്താണ് ചെയ്യാന്ന്. ഒന്നാമത്തത് ആലനൽ മുദിയു അന്ന വദൻ റമദാൻ, നാളെ പെരുന്നാളാണെന്ന് ബ്രോഡ്കാസ്റ്റ് ടിവിയിലൊക്കെ പറഞ്ഞു. അപ്പോ നീ എന്താണ് ചെയ്യുക? എന്താണ് ചെയ്യുന്നതെന്ന് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്.
അസ്തരി കൊല്ലുമാൻ അഹ്താജു ഇലാ തജ്ഹീസ് സുഹൂരി. സുഹൂർ വൽ ഇഫ്താരി. സുഹൂർ അത്താഴത്തിനും നോമ്പ് തുറക്കാനും ഉള്ള എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിക്കും. അസ്തരി ഞാൻ വാങ്ങിക്കും. കൊല്ലുമാൻ അഹ്താജു ആവശ്യമുള്ളതെല്ലാം ഇലാ തജ്ഹീസ് സുഹൂരി വൽ ഇഫ്താരി. ഇഫ്താറിനും അത്താഴത്തിനും അത് തയ്യാറാക്കാൻ വേണ്ടിയുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കും. ഇനി രണ്ടാമത്തത് ജാ അൽ ഈദു, പെരുന്നാൾ വന്നു. വലക്ക ജാറുൻ, നിനക്കൊരു ജാറുണ്ട്, ഒരു 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 അയൽവാസിയുണ്ട്. ഫക്കീറുൻ, ദരിദ്രനായ ഒരു ഫക്കീർ, ഒരു ജാർ അയൽവാസി ഉണ്ട്. കസീറുൽ ഔലാദി, അത് തന്നെയുമല്ല കുറെ കുട്ടികളും ഉണ്ട്. അങ്ങനെ വളരെ ദരിദ്രനായ ഒരു അയൽവാസി ഉണ്ട്. അപ്പോ മാതാ തഫലു, നീ എന്താണ് ചെയ്യാന്ന്. ഇങ്ങനെയുള്ള അവസരത്തില് ജാ അൽ ഈദു, പെരുന്നാളായി. വലക്ക് ജാറുൻ, നിനക്കൊരു അയൽവാസിയുണ്ട്. ഫക്കീറുൻ, ദരിദ്രനായ. കസീറുൽ ഔലാദി, കുറെ കുട്ടികളുള്ള. ഈ അവസരത്തില് ഇവിടെ മേലത്തെ ചോദ്യം മാതാ തഫലു, നീ എന്താണ് ചെയ്യാ. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ എഴുതിയിട്ടുള്ളത് അന ഉസായിദു ജാരി, ഞാൻ എന്റെ അയൽവാസിയെ സഹായിക്കും. ബി ഖദരി ത്വാഖത്തി, എന്റെ കഴിവനുസരിച്ച്. ബി ഖദരി ത്വാഖത്തി, എന്റെ കഴിവനുസരിച്ച്. ലിശറാഇൽ മലാബിസി, വസ്ത്രങ്ങൾ വാങ്ങാനും. വാറാദിൽ അത്വാമത്തി, ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനും എന്റെ കഴിവനുസരിച്ച് ഞാൻ എന്റെ അയൽവാസിയെ സഹായിക്കും. ഇതായിരിക്കും അവിടെ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഉത്തരം. ഇനി വേറൊരു സന്ദർഭം. റജഅ്തു, ഞാൻ മടങ്ങി. ഇലൽ ബൈത്തി, വീട്ടിലേക്ക് ഞാൻ മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ എവിടേക്കോ പോയിരിക്കായിരിക്കും. ഫി അവലി അയ്യാമിൽ ഈദി, പെരുന്നാളിന്റെ ആദ്യ ദിനങ്ങളിൽ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ മുമ്പ് ആയിരിക്കും, മുമ്പത്തെ ദിവസം ഒക്കെ ആയിരിക്കും. ഞാൻ മടങ്ങി വന്നു. വഅലിംതു, ഞാൻ അറിഞ്ഞു. അന്ന ഇബ്ന അമ്മിക, വഅലിംത, നീ അറിഞ്ഞു. അപ്പൊ റജഅ്ത, ഇവിടെ റജഅ്ത എന്നാണ്. റജഅ്ത, നീ മടങ്ങി വന്നു. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. ഫി അവലി അയ്യാമിൽ ഈദി, പെരുന്നാളിന്റെ തലേ ദിവസം ഒക്കെ പറയാം നമുക്ക്. അലിംത, നീ അറിഞ്ഞു. എന്തെന്ന്. അന്ന ഇബ്ന അമ്മിക, നിന്റെ എളാപ്പാടെ മകൻ. ജാ, അവൻ വന്നിട്ടുണ്ടായിരുന്നു. ലി സിയാറത്തിക, നിന്നെ കാണാൻ വേണ്ടി. വലം യുഖാബിലുക, നിന്നെ കണ്ടുമുട്ടാൻ പറ്റിയില്ല. അപ്പൊ ഈ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നർത്ഥം. അപ്പൊ നീ എന്താ ചെയ്യാ അവിടെ. മാതാ തഫലു, നീ എന്താ ചെയ്യാ. ഈ അവസരത്തില് നീ എന്താ ചെയ്യാ. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ എഴുതിയിട്ടുള്ളത് അദ്ഹബു ഇലാ ബൈത്തിഹി, ഞാൻ അവന്റെ വീട്ടിലേക്ക് പോകും. ലിലിഖാഇഹി, അവനെ കാണാൻ വേണ്ടി. അതായിരിക്കും അവിടുത്തെ ഉത്തരം. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൂടെ അറിയിക്കാം. അപ്പോ അദ്ഹബു ഇലാ ബൈത്തിഹി ലിലിഖാഇഹി, ഞാൻ അവനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോകും. പിന്നെ നേരത്തെ പറഞ്ഞ അദവാത്തുൽ ഇസ്തിഫാമില് അതിന്റെ ചില അദവാത്തില് കുറച്ചുകൂടി മാറ്റങ്ങൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മാറ്റമല്ല, കുറച്ചുകൂടി ഇപ്പോ ഉദാഹരണം മൻ എന്നുള്ള ഒരു അദാത്തുൽ ഇസ്തിഫാമില് ഹു, ആർക്കു വേണ്ടി, ആരോടുകൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. അതിന്റെ ഒക്കെ വാക്കുകളാണ്. അതുപോലെ മിൻ അയന, ഫ്രം വേർ. മിൻ എന്ന് പറഞ്ഞാല് ഫ്രം. മിൻ അയന, ഫ്രം വേർ. ഇല അയന, ടു വേർ. മാത, ലിമാത. മാത എന്ന് പറഞ്ഞാൽ വാട്ട്, ലിമാത വൈ, മൻ, ലിമൻ. ഇതൊക്കെ ഒരു ഇതാണ്. അപ്പൊ എല്ലാവരും പഠിക്കുക. 13-ാം തീയതി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. ഞാൻ കുറച്ചുകൂടി വീഡിയോ അപ്പോഴേക്ക് ഇടാൻ ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.